സഹോദരങ്ങളെ, ഈശോയുടെ കൃപയും സമാധാനവും സ്നേഹവും എല്ലാവർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ധ്യാനിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് സന്ദേശം നൽകുന്നത് ദൈവം വസിക്കുന്ന ആലയം, ദൈവത്തിൻ്റെ ആലയം, ദൈവാലയം. പരിശുദ്ധ കുർബാനയ്ക്ക്, ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ധ്യാനത്തിനൊക്കെ ആയിട്ട് ദേവാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ശക്തമായ സന്ദേശമായിട്ട് തരുന്നു. പലപ്പോഴും ദേവാലയത്തിലേക്ക്, ഇടവക ദേവാലയങ്ങളിലേക്ക് പരിശുദ്ധ ബലിക്കായിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച, ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പരസ്പരം 2-3 പേർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു, തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് അല്പം മുൻപായിട്ട് വന്നിരിക്കുന്ന സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഭക്തിയോടെ പല മക്കളും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതിനൊക്കെ ഒരു തടസ്സം വരുത്തിക്കൊണ്ട് അവർക്ക് പോലും അസ്വസ്ഥത വരത്തക്ക വിധത്തില് പതിവായിട്ട് ദിവസവും കുർബാനയ്ക്ക് വരുന്നവരെ നേരത്തെ വരികയും കുർബാനയ്ക്ക് അൾത്താരയിലേക്ക് വൈദികർ, ബഹുമാനപ്പെട്ട വൈദികർ കടന്നു വരുന്നത് വരെ നടപ്പുരയിൽ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ പരസ്പരം സംസാരിച്ചിരിക്കുന്നത് പലപ്പോഴും കാണാൻ ഇടവന്നിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ അവിടെ ഇവിടെ മട്ടം കൂടിയിരുന്നിട്ട് തമാശ പറഞ്ഞ് ചിരിക്കുന്നു. അമ്മച്ചിമാരാണെങ്കിൽ പരസ്പരം വിശേഷങ്ങൾ, കുശലാന്വേഷണങ്ങൾ എല്ലാം ചെയ്യുന്നത് പള്ളിയുടെ, ദൈവാലയത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ്. പലപ്പോഴും എഴുന്നേറ്റ് പോയിട്ട് സംസാരിക്കാതിരിക്കാൻ പറയാൻ തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആലയമാണിത്. ദൈവം, നമ്മുടെ സൃഷ്ടാവും രക്ഷകനും യജമാനനും കർത്താവുമായ ദൈവം, ദിവ്യകാരുണ്യനാഥൻ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ രൂപത്തിന്റെ അടുത്താണ് പള്ളിയിലെ കുർബാനയ്ക്ക് അച്ഛൻ വരുന്നതിന് മുൻപ് നമ്മൾ ഒരുങ്ങാനുള്ള സമയമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അസ്വസ്ഥത വരത്തക്ക വിധത്തില് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ അരോചകമാണ്. നമ്മൾ വളരെ ഭക്തിപൂർവം കുരിശ് വരച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹോളി വാട്ടർ, കന്നാൻ വെള്ളം തൊട്ട് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് പാപക്കറകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരികയും മുട്ടിന്മേൽ നിന്നുകൊണ്ട് കുരിശടയാളം വരച്ചുകൊണ്ട് നമ്മൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഇരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയം. നമ്മൾ ഇത് അസ്വസ്ഥമാക്കരുത്. ദൈവത്തിൻ്റെ ആലയം, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. തീഷ്ണത കൊണ്ട് കർത്താവ് ജ്വലിക്കുന്ന ആലയമാണ് പ്രാർത്ഥനാലയം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പല സംഘടനകൾ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സംഘടനകൾ, അവരൊക്കെ വളരെ വളരെ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ്. നമ്മളത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ദിവ്യ സക്രാരി നടുക്കില് ആചാരം ചെയ്യുന്ന കാര്യം, നമ്മൾ ഈ വശത്ത് നിന്ന് മറ്റു വശത്തേക്ക് കടക്കുമ്പോൾ ആചാരം ചെയ്തുകൊണ്ട് മറുവശത്തേക്ക് പോകുന്നു. അതൊക്കെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് കൊച്ചു കൊച്ചു നമ്മുടെ നിയമങ്ങളും പാരമ്പര്യ ആചാരങ്ങളുമാണ്. അതെല്ലാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൈദികനെയോ സിസ്റ്റേഴ്സിനെയോ കാണുമ്പോൾ ഈശോ മിശിഹായെ സ്തുതി എന്ന് മക്കളെ കൊണ്ട് പറയിക്കുന്നതും ഇന്ന് അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവാലയത്തിലെ കുർബാനയ്ക്കോ ആരാധനയ്ക്കോ ധ്യാനത്തിനോ വരുമ്പോൾ നമ്മൾ സംസാരിക്കരുത്. പള്ളി മുറ്റത്തേക്ക് കടന്നു നിന്നിട്ട് സംസാരിക്കണം. ഈ കാര്യത്തില് ശക്തമായിട്ടുള്ള സന്ദേശം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ